പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോരോ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡോക്ടർ തീസിസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഗൈഡുമാരിൽ നിന്ന് അവർക്ക് വേണ്ടാത്ത സഹകരണം കിട്ടാത്തവരുണ്ട്. ഈശോയെ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും ജോലി കിട്ടണ ഒരു ചാകര സമയമാണിത്. ഇതുവരെയൊക്കെ ഒരു ജോലി കിട്ടിയിട്ട് അറിഞ്ഞിട്ടില്ല ഈശോയെ. കടങ്ങൾ മാത്രം ബാക്കിയായിട്ട് മക്കൾ വിഷമിക്കുന്നുണ്ട്. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പോകുന്നവരെ വെറുങ്കയോടെ വരുന്നതും കാണുന്നുണ്ട്. ഈശോയെ, എല്ലാവരുടെയും കടങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മാത്രം കടലിൽ നീ അനുഗ്രഹിക്കണം. കർത്താവ്, കാർഷിക മേഖലകളിൽ പ്രവർത്തിച്ചിട്ട് കർത്താവെ, അതുകൊണ്ട് വേണ്ടത്ര വരുമാനമോ അതിൻ്റെ തൊഴിൽക്കൂലികൾ കൂടുകയും അതിൻ്റെ വരുമാനത്തിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വിറ്റ് വരവ് കുറയുകയും ചെയ്യുന്ന അവസ്ഥയിൽ എങ്ങനെ ജീവിക്കും? സ്ഥലം വിറ്റ് കളഞ്ഞാലോ
റബ്ബർ തോട്ടവും ഏലത്തോട്ടമൊക്കെ വിറ്റ് കളഞ്ഞാലോ അത് നോക്കി നടത്താൻ ആളിലോ എന്ന് ഓർത്ത് വിചാരിച്ചിട്ട് സ്ഥലം വിൽക്കാൻ നടക്കുന്നവരുണ്ട്. ആ ഉള്ള സ്ഥലത്ത് നിന്ന് വേണ്ടത്ര വരുമാനം കിട്ടാത്തവരുണ്ട്. ഈശോയെ പല തലത്തിൽ വിഷമിക്കുന്ന അനുഭവിക്കുന്ന ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. കർത്താവേ, അത് നിൻ്റെ പരിഗണനയിലുള്ള വിഷയമാണ്. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ, അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സാധാരണ കൃപാസനത്തിലെ പല ക്രിസ്ത്യൻ സാക്ഷ്യങ്ങളെക്കാളും ഉന്നതമായ ഗുണനിലവാരം പുലർത്തുന്ന നോൺ ക്രിസ്ത്യൻസിൻ്റെ സാക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ കേൾക്കും, നമുക്ക് തോന്നും, ദൈവമേ, ഇവർക്കൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നെന്ന് തോന്നും. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാരണം, ഈ ക്രിസ്ത്യൻസ് ഈ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അവർ ദൈവബന്ധങ്ങൾക്ക് ഒത്തിരിയേറെ ഉടമ്പടിയേതര മാർഗങ്ങൾ, നൊവേന പോലെയുള്ള അല്ലെങ്കിൽ തീർത്ഥയാത്ര പോലെയുള്ള പലതരത്തിൽ ദൈവത്തോട് ഇടപഴകാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ രീതികൾ അവരുടെ കയ്യിലുണ്ട്. അപ്പം അവർ അങ്ങനെ പലതും അവർ അനുഷ്ഠിക്കും. തീർത്ഥയാത്ര, അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥന, നൊവേന പ്രാർത്ഥന, കർണക്കൊന്ത, ഇങ്ങനെ പല കാര്യങ്ങളും അവർ അനുഷ്ഠിക്കും. എന്നിട്ട് അതിൽ ഒരു കാര്യമായിട്ട് ഉടമ്പടി എടുക്കും. നിങ്ങൾ ഈ ജന്മത്ത് ഉടമ്പടിയുടെ യാതൊരു അനുഗ്രഹങ്ങൾക്കും അവകാശമാക്കാൻ പോണില്ല. എന്താ കാര്യം? നിങ്ങൾ ഉടമ്പടിയിലല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. ഉടമ്പടിയിലായിട്ടുള്ള വ്യക്തി ഇപ്പോൾ ഒരാളെ ഉറക്കത്തിൽ വിളിച്ചാലും അയാൾ ആദ്യം ചിന്തിക്കണം, അയ്യോ ഞാൻ ഉടമ്പടിയിലാണല്ലോ എന്നായിരുന്നു. ചിലർക്ക് ഭയങ്കര സന്തോഷമാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കുന്നത്, മറ്റുള്ളവരൊക്കെ ഉടമ്പടി എടുക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ എങ്ങാനും പഠിക്കൽ ബിരിയാണി വിളമ്പിയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് എങ്ങനെ അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് ഉറഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇനി അത് എടുത്തില്ലെങ്കിൽ വേണ്ട, ഇനി ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, ഇനി അതും എടുത്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ചുമ്മാ കയറി ഉടമ്പടി എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോരോ സാഹചര്യത്തിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഉടമ്പടി എടുത്താൽ ഒരിക്കലും ഉടമ്പടി അതിൻ്റെ ക്ലച്ച് കിട്ടത്തില്ല. അതിൻ്റെ കാരണം നിങ്ങൾ ഉടമ്പടിക്ക് വേണ്ടിയല്ല ഉടമ്പടി എടുക്കണത്, വേറെ എന്തിനു വേണ്ടിയാണ്? ഉടമ്പടിക്ക് വേണ്ടി ഇപ്പം ചില ആൾക്കാർക്ക് യാതൊരുവിധ ഇൻറ്റൻഷനും ഇല്ല. അവരോട് ചോദിക്കാൻ നമ്മൾ ഉടമ്പടി എടുക്കുന്നത് എന്തിനാണ്? ആ ഉടമ്പടിയിൽ വെച്ചാൽ ദൈവമായിട്ട് അടുത്ത് ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയും. അപ്പം ആ ഉടമ്പടി തന്നെ അവർ വളരെ ഹാപ്പിയാണ്. ഉടമ്പടി തന്നെ ഒരാൾ ഹാപ്പി ആണെങ്കിൽ അയാൾ വല്ലാത്ത ഹാർവസ്റ്റിങ് നടത്തും. കാര്യം എന്താണ്? ഉടമ്പടിയിൽ തന്നെ അയാൾ ഹാപ്പി ആണെങ്കിൽ ദൈവത്തിൽ ഹാപ്പി ആണെന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്മുടെ ഒരു വചനം വായിച്ചിട്ടില്ലേ, കർത്താവിൽ വിശ്വസിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചുകൊണ്ട് അവരും കുടുംബവും സന്തോഷിച്ചു വന്നു. അപ്പോസ്തല പ്രവർത്തനം 16:34. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. അതാണ് കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൽ നിന്ന് ജോലി കിട്ടിയത് കൊണ്ടോ, ദൈവത്തിൽ നിന്ന് മക്കള് ജനിച്ചത് കൊണ്ടോ, വീട് വെച്ചത് കൊണ്ടോ ഒന്നുമല്ല. സുവിശേഷത്തിലെ കറക്റ്റ് ആനന്ദം എന്ന് പറയുന്നത് അതാണ്. എന്താണ്? ദൈവത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞത് അയാളും കുടുംബം. പാറാവുകാരനെ കുറിച്ച് പറയണേ, പാറാവുകാരനും കുടുംബവും സന്തോഷിച്ചു വന്നു. എൻ്റെ മക്കളെ, ഈ സന്തോഷത്തിലേക്ക് വരണം.
ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീ നിൻ്റെ കുടുംബവും സന്തോഷവും ഉണ്ടാകണം. ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ നീയും കുടുംബവും സന്തോഷവും ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിൻ്റെ സന്തോഷത്തിന് ഒരു കാലത്തും കുറവ് വരത്തില്ല. കാര്യം എന്താ? നിൻ്റെ സന്തോഷത്തിൻ്റെ ആസ്പദം ദൈവത്തിൻ്റെ ആനുകൂല്യമല്ല, ദൈവം തന്നെയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതിനോർത്ത് തിരുക്കുമാരനും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി ഗ്രേസി. എൻ്റെ ഓമനപ്പുഴ സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഇതെൻ്റെ 2 മക്കളാണ്, അക്ഷയും ആദർശും. ഞാൻ 2020 ജനുവരി മാസം 4-ാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അടുത്തുള്ള ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ ഇളയ മകൻ 3 വയസ്സ് മുതൽ അവന് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒത്തിരി വലിയ പ്രശ്നങ്ങളായിരുന്നു. അവന് ഒരു സ്ഥലത്ത് ഒരു മിനിറ്റ് പോലും ഇവനെ അടക്കി നിർത്താൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇവൻ സംസാരിക്കാതെയായി, 3 വയസ്സ് തൊട്ട് ഇവൻ സംസാരിക്കാതെയായി. ഞാൻ ആ സമയമെല്ലാം മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ 3 വർഷവും ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ ഇവനെയും കൊണ്ടുപോയി മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. 3-ാമത്തെ വർഷം അച്ഛൻ, ആ സമയം ഒറ്റമശ്ശേരിയിലെ തങ്കിപ്പള്ളിയിൽ അച്ഛൻ്റെ രാത്രി ആരാധന അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനിവനെ അന്ന് രാത്രി ആരാധനയിലും അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇവനെ തലയിൽ കൈവച്ച് അച്ഛൻ ജോസഫ് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വീട്ടിൽ വന്നപ്പോൾ തന്നെ ഇവൻ്റെ പെരുമാറ്റത്തിലും എല്ലാം പ്രത്യേകമായൊരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ഇവൻ സംസാരിക്കുവാൻ തുടങ്ങി. അന്നു മുതൽ പിന്നെ ഇവൻ്റെ സംസാരം നിർത്താൻ പറ്റാത്ത രീതിയിൽ അവൻ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് 3 വയസ്സിൽ അംഗനവാടിയിൽ ചേർത്തപ്പോൾ ഇവന് സ്കൂളിലിരിക്കുവാൻ ഒട്ടും പറ്റത്തില്ല. മറ്റു കുട്ടികൾക്ക് ശല്യം, നാട്ടിലും അയൽവക്കത്തും എല്ലാവരും ഇവനെക്കുറിച്ച് പരാതി മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവനെ കൊന്നുകളഞ്ഞേക്കാം എന്ന് പോലും ഞാൻ സങ്കടപ്പെട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അത്രയ്ക്ക് ഇവനെ കൊണ്ട് സഹിക്കില്ലായിരുന്നു. ഈ അച്ഛൻ അവൻ്റെ തലയ്ക്കായി വെച്ച് പ്രാർത്ഥിച്ച് അതിനുശേഷം ഒത്തിരി അവന് സൗഖ്യം കിട്ടി. അവൻ ഒരു നല്ല മകനായി. ഇപ്പോൾ പണ്ട് ഇവനെ കൊണ്ട് എല്ലാവരും പരാതി പറഞ്ഞിരുന്ന അവന് ഇന്ന് ഞങ്ങളുടെ ഇടവകയിൽ അവനെ വേണ്ടാത്തവരാരുമില്ല. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അവൻ ഉത്തരവാദിത്തത്തോടെ, ഹൈപ്പർ ആക്ടിവിറ്റി ഇല്ലാത്ത അവൻ്റെ കൂടെയുള്ള അവൻ്റെ ചേട്ടനേക്കാളും നന്നായിട്ട് അവനിപ്പോൾ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് 10 വർഷമായി സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വീട് അപേക്ഷിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം തന്നെ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. കുറേ നാളുകളായിട്ട് അപേക്ഷ കൊടുത്തിട്ട് ഒരു മറുപടിയുമില്ലായിരുന്നു. അപേക്ഷയിൽ പെട്ടെന്ന് തീരുമാനം മാതാവ് ഇടപെട്ട്, തിരുക്കുമാരനും ഇടപെട്ടുകൊണ്ട് അതിൻ്റെ ഞങ്ങളുടെ പേര് വരികയും വീട് സ്ഥലവും ഒന്നിച്ച് അനുവദിച്ചു. ആ വീട് പണി നടക്കുന്ന സമയത്ത് 1 രൂപ പോലും കയ്യിലായിരുന്നു. ആദ്യം 40,000 രൂപ അനുവദിച്ചു. ആ പൈസ പോലും ഞാൻ അക്കൗണ്ടിൽ നിന്ന് എടുത്ത് എൻ്റെ കടങ്ങൾ വീട്ടി. പിന്നീട് പഞ്ചായത്തിൽ നിന്ന് ഉദ്യോഗസ്ഥൻ വിളിച്ച് പണി തുടങ്ങണില്ലെന്ന് വെച്ചിട്ട് എനിക്ക് ഒരു വഴിയുമില്ല. ആ സമയം ഞാൻ വീട്ടു ജോലിക്ക് പോകുന്നതാണ്. അപ്പം എൻ്റെ വിഷമങ്ങളെല്ലാം അറിഞ്ഞ് അവരോരോരുത്തരായി പൈസ എല്ലാം തന്ന് ഇതാന്ന് പറയുന്നുമ്പോൾ ഓരോ ഘട്ടം വീടിൻ്റെ വാർപ്പ്, വീടിൻ്റെ തേപ്പ്, വൈറ്റ് വാഷ്, എല്ലാ കാര്യങ്ങളും ഓരോ മക്കൾ ഏറ്റെടുത്ത് അത്ഭുതകരമായാണ്. എല്ലാവർക്കും ഞങ്ങളുടെ പരിസരത്തുള്ള എല്ലാവരും പറഞ്ഞു ഗ്രേസിയുടെ മക്കളും ദൈവം അനുഗ്രഹിക്കപ്പെട്ട മക്കളാണെന്നവരെല്ലാവരും പറഞ്ഞു. അതിനിടയ്ക്ക് സ്ഥലം ആദ്യം അനുവദിച്ചപ്പോൾ അതിനിടയിൽ ഒരു തടസ്സം ഉണ്ടായി. ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു, വെച്ചാൽ സ്ഥലം കിട്ടാൻ ഒരു തടസ്സം വന്നിട്ടുണ്ട് അച്ഛാ, ഒന്ന് പ്രാർത്ഥിക്കണേ അച്ഛാ എന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് കാശുരൂപം തന്നിട്ട് പറഞ്ഞു, മോൾ ആ സ്ഥലത്ത് കൊണ്ടുപോയി ഈ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. പിറ്റേ ആഴ്ച തന്നെ ആ സ്ഥലം ഞങ്ങൾക്ക് തടസ്സങ്ങൾ മാറി. എത്രയും പെട്ടെന്ന് തടസ്സങ്ങൾ മാറി തന്നെ ആ സ്ഥലം ഞങ്ങൾക്ക് മാതാവിൻ്റെ ഒക്ടോബർ മാസം 11-ാം തീയതി തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി. പിന്നീടാണ് വീട് പണിയെല്ലാം തുടങ്ങിയത്. അതിനുശേഷം ഞാൻ പണ്ട് 10 വർഷത്തിന് മുമ്പ് ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക ബാധ്യത ഒരു
10-15 വർഷം കഴിഞ്ഞപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ബാധ്യത വർദ്ധിച്ച് 25 ലക്ഷമായി എൻ്റെ പേരിൽ ഒരു ജപ്തി നോട്ടീസ് വന്നു. ഞാൻ ആകെ തകർന്നു പോയി. എനിക്കൊരു വഴിയില്ല, ഈശോയും അമ്മയോടും അല്ലാതെ വേറെ ഒന്നും എനിക്കൊരു വഴിയില്ലായിരുന്നു. ഞാൻ ജപ്തി നോട്ടീസുമായി അന്ന് തന്നെ ഓടി കൃപാസനത്തിൽ വന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ജപ്തി നോട്ടീസ് കാണിച്ചു. അച്ഛൻ പ്രാർത്ഥിച്ചു, തലയിൽ കൈവച്ചു, മോളെ നീ പൊയ്ക്കോ, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസമായിരുന്നു ആ കേസ്, അത് തീർപ്പാക്കൽ കൂടിയായിരുന്നു അതിൻ്റെ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് വെഞ്ചരിച്ച കാശ് രൂപവും ഉപ്പുമായി ആ ഓഫീസിൽ ചെന്നു. അവർ വരുന്നുമ്പ് തന്നെ ഞാൻ ഉപ്പ് അവിടെ ഇട്ട് ആരും ചവിട്ടാത്ത സ്ഥലത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. ആ ഉദ്യോഗസ്ഥന്മാരോട് എൻ്റെ സാഹചര്യങ്ങളും അവസ്ഥകളും എല്ലാം പറഞ്ഞു. എനിക്കൊരു ചതിവ് പറ്റിയത് മൂലമാണ് ആ ബാധ്യതകളെല്ലാം എൻ്റെ പേരിൽ വന്നെന്ന് അവർക്ക് മനസ്സിലായി. മാതാവും ഈശോയും അവിടെ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ആ എൻ്റെ അവസ്ഥകൾ അവിടെ അവർക്ക് മനസ്സിലാക്കുകയും എന്നോട് കരുണ ഉണ്ടാവുകയൊക്കെ ചെയ്ത്. ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും മാത്രം ഇതാണെന്ന് ഞാൻ ആശ്രയിക്കുന്നത്. എനിക്കൊരു കഴിവുമില്ല, ഒരു യോഗ്യതയുമില്ല. ഈശോയും അമ്മ മാതാവും ആ സമയത്ത് ഇടപെട്ടുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയൊരു അനുഭവമാണ് എനിക്കത്. എനിക്ക് ആത്മഹത്യയല്ല, വേറെ ഒന്നും ചെയ്യാൻ എനിക്കില്ലായിരുന്നു. അതിൽ നിന്നും എന്നെ ഈശോയും അമ്മ മാതാവും അതിൽ നിന്ന് ഒഴിവാക്കി എന്നെ രക്ഷിച്ചതിന് കോടാനുകോടി നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം ഈ മകൻ തന്നെ എൻ്റെ ഇളയ മകൻ കഴിഞ്ഞ മാസം ഒരു കാലിലൊരു വലിയൊരു മണ്ണ് നിറച്ച ട്രോളി മറിഞ്ഞ് വീണ് അവൻ്റെ അതിൻ്റെ അടിയിലായി. 2 അസ്ഥികൾ, വലിയ 2 അസ്ഥികൾ ഒടിഞ്ഞു. വണ്ടാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവർ പറഞ്ഞ് 2 അസ്ഥികൾ ഒടിഞ്ഞിട്ടുണ്ട്, 2 അസ്ഥിയും സർജറി ചെയ്യണം, പ്ലേറ്റ് ഇട്ട് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 13 ദിവസം അവിടെ കിടന്നു. 10ാമത്തെ ദിവസം സർജറി ആയിരുന്നു. അന്നേരം സർജറിക്ക് കയറ്റിയപ്പോൾ ഡോക്ടർ ഒരു 10 മിനിറ്റിന് കൊണ്ട് തന്നെ സർജറി, ഞങ്ങൾ പേടിക്കുന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 10 മിനിറ്റിന് ശേഷം ആദർശിൻ്റെ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു കിറ്റ് കൈ തന്നിട്ട് പറഞ്ഞു ഇവന് 2 അസ്ഥിയുടെ ഓപ്പറേഷനായിരുന്നു. പക്ഷേ ഒരു സർജറി മാത്രമേ വേണ്ടി വന്നുള്ളൂ. ഒരു അസ്ഥി അവിടെ കൂടിച്ചേർന്ന് കഴിഞ്ഞിരുന്നു. ഈ സർജറി കിറ്റ് അമ്മ കൊണ്ടുപോയി കടയിൽ കൊടുത്ത് അതിൻ്റെ പൈസ വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടറെ, അതിന് നമ്മൾ വാങ്ങിച്ച സാധനം അവർ തിരിച്ചെടുക്കുമോയെന്ന് അറിയില്ലല്ലോ. അത് ഞാൻ ഉടമ്പടി കാശ് രൂപം കയ്യിൽ പിടിച്ച് ആ കടയിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഈ സർജറി വേണ്ടി വന്നില്ല ഒരെണ്ണം, അതുകൊണ്ട് ഇതൊന്ന് എടുത്തിട്ട് പൈസ തരുമെന്ന് ചോദിച്ചു. അവരതുപോലെ തന്നെ അതിൻ്റെ പൈസയും തിരിച്ചു തന്നു. അങ്ങനെ മാതാവും എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ തിരിക്കുമാരനും അമ്മയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു. എനിക്ക് കാലിന് മുട്ടുവേദന വരുമായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. ഞാൻ പല മരുന്ന് കഴിച്ചിട്ടും ഒന്നും മാറത്തില്ലായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം എൻ്റെ മക്കൾക്കും എൻ്റെ ആദർശിനും അക്ഷയ്ക്കും ഞാൻ രാവിലെ എല്ലാ ദിവസവും സ്കൂളിൽ പോകും മുൻപ് 3 തുള്ളി എടുത്ത് നെറുകയിലിടും. കൃപാസനം തേനും ഒക്കെ കൊടുക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു ആത്മീയത. ഈ മൂത്ത കുട്ടി എന്ന് പറയുമ്പോൾ അവൻ പള്ളിയിൽ പോകാനും കുമ്പസാരിക്കാനും ഒക്കെ ഭയങ്കര മടിയായിരുന്നു. ഇപ്പം അവൻ ദിവസവും എൻ്റെ ഒപ്പം ദിവ്യബലിയിൽ ദിവസവും വരികയും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ പോകും. ബൈബിൾ വായനയും, എനിക്ക് ബൈബിൾ വായനയൊന്നും പണ്ട് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ ആത്മീയമായിട്ട് ഒന്നുമില്ലായിരുന്നു. വെറും 0 ആത്മീയതയിൽ. ഞാൻ ബൈബിൾ എനിക്ക് ഉത്സാഹത്തോടെ വായിക്കുവാനും ദിവസം ഒന്നും മുടങ്ങാതെ വായിക്കുവാനും ഒരു സമ്പൂർണ്ണ ബൈബിൾ ഉൽപ്പത്തി മുതൽ ഞാൻ വായിക്കുകയും 2ാം തവണ വീണ്ടും ഞാനിപ്പോൾ ആദ്യം മുതൽ വായിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അത് എപ്പോഴും എനിക്ക് ഈശോയോടും മാതാവിനോട് കൂടെ നിൽക്കുന്ന ഒരനുഭവം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. മാതാവും ഈശോയും ചെയ്തു തന്ന കോടാനുകോടി അനുഗ്രഹം നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ കൃപാസനത്തിൽ നിത്യവും എല്ലാ മാസവും ഒരു സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ശാക്കോട്ടപ്പാലത്തിൻ്റെ അടുത്താണ് ഞാൻ വീട്ടു ജോലിക്കാണ് പോകുന്നത്. അവിടുന്ന് ഒരിച്ചിരി സമയം നേരത്തെ ഞാൻ ഇറങ്ങിയാൽ നേരെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഇവിടെ നടയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. എല്ലാ മക്കൾക്കും വേണ്ടി ഓരോരുത്തരും എന്നോട് പറയും ഗ്രേസി ഞങ്ങൾക്ക് ഓരോ ദുരിതങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് പ്രാർത്ഥിക്കും. പക്ഷേ എന്തോ എൻ്റെ കഴിവല്ല, എന്നാലും അവർ പറയും ഗ്രേസി മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടി ഗ്രേസി എന്ന് പറയും. ഞാൻ
അത് എൻ്റെ കഴിവല്ല, നിങ്ങളും കൃപാസനത്തിൽ അമ്മയോടടുത്ത് വന്ന് പ്രാർത്ഥിക്കണം. ഒത്തിരി പേര് ഈ ആശുപത്രി കിടന്നപ്പോൾ ഒത്തിരി പേർക്ക് ഞാൻ നിരന്തരം പ്രാർത്ഥനയും ജപമാലയും നടത്തുമ്പോൾ ഒത്തിരി പേര് അക്രൈസ്തവരാണ്, മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളും. അവരെല്ലാം ഈ ഉപ്പെല്ലാം വാങ്ങിച്ച് അവരും ആ രോഗമുള്ള എന്നിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാവരും ഡിസംബർ മാസത്തിൽ ഗ്രേസിയുടെ വീട്ടിൽ വരും. ഞങ്ങൾ കൊല്ലത്തും അകലെയൊക്കെ ഉള്ളവരാണ്. അവർ പറഞ്ഞ് ഗ്രേസിയുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങളെയും കൊണ്ടുപോയി കൃപാസനത്തിൽ കൊണ്ടുപോയി ഉടമ്പടി എടുപ്പിക്കാനുള്ള ഇതൊക്കെ ചെയ്തു തന്നെ. ഹിന്ദുക്കളായതുകൊണ്ടാണ് അവർ. അങ്ങനെയൊക്കെ ഒരുപാട് ആശുപത്രിയിലായിരുന്ന സമയത്ത് ഒത്തിരി ഈശോയുടെയും മാതാവിനെയും കുറിച്ച് മറ്റുള്ളവരിലേക്ക് പകരാൻ എനിക്ക് പകർന്നു കൊടുക്കുവാൻ സാധിച്ചതും എൻ്റെ കഴിവല്ല, അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം കൊണ്ടാണ്. രക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം വാങ്ങി കൊടുക്കും, പിന്നെ രോഗികളെ ചെന്ന് കാണും, അവർക്ക് കഴിയാവുന്ന മരുന്ന് വാങ്ങുന്നതിനുള്ള പൈസയും അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായമൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. എല്ലാവരോടും ഞാൻ പറയും, നിങ്ങൾ പോയി ഉടമ്പടി എടുക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരും പറയും, എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തോട് തന്നെ ഒരിതുണ്ട് എന്ന് വെച്ചാൽ ദൈവമേ അവരെ ഒരുപാട് ഞാൻ പറയും ദൈവം അനുഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മൾ തക്ക സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ ദൈവം കണ്ട് നമ്മളെ ഉയർത്തിക്കൊള്ളും. പ്രാർത്ഥന വേണം എല്ലാവർക്കും എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ആത്മീയ ജീവിതം ഞാൻ കുമ്പസാരവും മാസത്തിൽ 15 ദിവസമാണെങ്കിൽ പോലും ഞാൻ 15 മാസത്തിൽ ഒരു ദിവസം എല്ലാ മാസത്തിൻ്റെ ആദ്യ വെള്ളിയാഴ്ച ഞാൻ മുടങ്ങാതെ കുമ്പസാരിക്കും. കുർബാനയും ഞാൻ പണ്ടൊന്നും കുർബാനയ്ക്ക് ഞായറാഴ്ച പോയെങ്കിലായി എത്രയേ ഉള്ളായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, ദിവസവും ഞാൻ ദിവ്യബലിക്ക് പോകും. രാവിലെ അഥവാ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വൈകിട്ട് വരുന്ന വഴി ഞാൻ ലിത്യമ്പള്ളിയിലോ തുമ്പൊളിപ്പള്ളിയിലോ എവിടെയായാലും ഞാൻ കുർബാന കൂടാതെ ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങിയില്ല. അസുഖം വന്ന് ഇപ്പോൾ ഈ 3-4 ദിവസം പനിയായതുകൊണ്ട് എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതെൻ്റെ വലിയൊരു നഷ്ടമായിട്ട് ഞാൻ ഈശോയോട് മാപ്പ് പറയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ പലതവണ ഞാൻ സാക്ഷ്യം പറയാൻ വന്നിട്ട് എൻ്റെ മക്കളില്ലാത്തതുകൊണ്ടൊക്കെ എനിക്ക് പറ്റിയില്ല. ഇന്നത്തെ ദിവസം എനിക്ക് ഈ സാക്ഷ്യം പറയാൻ എനിക്ക് ദൈവം എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഒരുപാട് നന്ദി. യേശുവിന് ആരാധന കോടാനുകൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. സങ്കീർത്തനം 61:1-2 വചനങ്ങളാണ്. മനസ്സ് തളരുമ്പോഴാണ് നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്. നമ്മുടെ കഴിവുകൾക്ക് അതീതമായ സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം ഉടമ്പടിയിലൂടെ നമ്മെ സുരക്ഷിതമായ ഒരു പാറയിലേക്കാണ് നയിക്കുന്നത്. ഉടമ്പടി ആത്മീയ ഉറച്ചിലേക്കുള്ള ഒരു പാറയാണ്. പാറ എന്നത് ദൈവത്തിൻ്റെ ഉറച്ച സംരക്ഷണവും ശക്തിയും ഒരു കൂടെയുള്ള ഒരു സാന്നിധ്യവുമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്. സ്വന്തം ശക്തി കൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ കഴിയാത്തപ്പോൾ ഉടമ്പടിയിൽ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ എല്ലാ ധൈര്യവും ശക്തിയും എല്ലാം നമുക്ക് നൽകുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. മേരി ഗ്രേസി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ ഹൈപ്പർ ആക്റ്റീവായ ഈ മകനെയും കൊണ്ട് ഈ മകൾ പറഞ്ഞതുപോലെ സ്കൂളിലും വീട്ടിലും നാട്ടിലുമെല്ലാം ഒത്തിരി പ്രശ്നങ്ങളായിരുന്നു. ഒരു മിനിറ്റ് പോലും അനങ്ങാതെ നിൽക്കാൻ സാധിക്കാത്ത ഒരു മകനാണ് ആദർശ്. 3-ാം വർഷം 3-ാമത്തെ വയസ്സിൽ ജോസഫ് അച്ഛൻ്റെ തങ്കിപ്പള്ളിയിൽ രാത്രിയിൽ ആരാധനകൾ നടത്തുന്ന സമയങ്ങളിൽ ആ രാത്രി ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ഈ കൊച്ചു മക്കളെയുമായിട്ട് ഈ അമ്മ പോവുകയാണ്. അന്ന് ആ രാത്രി ആരാധനയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ തലയിൽ കൈവച്ച് ആദർശിന് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ആദർശിൻ്റെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ആ ക്യാരക്ടർ മാറുകയാണ്. ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ അമ്മ കണ്ണീരൊഴുക്കിയ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റിയ കൃപാസനം അമ്മയുടെ സന്നിധിയിൽ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മക്കളെയുമായിട്ട് ഈ അമ്മ വന്നിരിക്കുകയാണ്. വളരെ നാൾ ബുദ്ധിമുട്ടി, വളരെയേറെ ഹോസ്പിറ്റലുകളിൽ പോയി, സ്കൂളിലും നാട്ടിലുമെല്ലാം ബുദ്ധിമുട്ടായിരുന്ന ഈ മകന് ഇന്ന് ഓമനപ്പുഴയിൽ ആദർശിനെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. ആദർശിനെ പറ്റി ഇന്ന് ആദർശിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ഇഷ്ടമായത് ഈശോയുടെയും അമ്മയുടെയും ഒരു കൃപയാലാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴിയാണ്. അന്ന് ആ രാത്രി ആരാധനയിൽ അച്ഛൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്
ഈ കുഞ്ഞിന് ആ ഹൈപ്പർ ആക്റ്റീവുള്ള ക്യാരക്ടറിൽ നിന്ന് സൗഖ്യം കിട്ടിയത്. നമുക്കറിയാം 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ ഒരുപക്ഷെ അച്ഛൻ്റെ ആത്മീയതയിലുള്ള ആസ്തിയിലാണ് പരിശുദ്ധമ്മ ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ടത്. രാത്രികാലങ്ങളിലുള്ള ആരാധനയും അച്ഛൻ ചെയ്തു കൂട്ടിയ ജപമാലകൾ, രാത്രി തോറുമുള്ള പ്രാർത്ഥനകൾ, വചനങ്ങൾ, വായനകൾ, ഈശോയുടെ മമ്മയുടെയും ചേർന്ന് ചിലവഴിച്ച സമയങ്ങൾ, ആ ആസ്തിയിൽ, ആത്മീയ ആസ്തിയിലാണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ കൈവെപ്പ് ശുശ്രൂഷ അന്ന് ലഭിച്ചതും ആ ആസ്തിയിൽ കൂടെയാണ്. ആത്മീയ ആസ്തിയിലൂടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ആത്മീയ ജീവിതത്തിലെ ഒരു പങ്കാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ ഈ മകൾ 10 വർഷമായിട്ട് ഒരു സ്ഥലവും വീടുമില്ല. ആഗ്രഹിച്ചു, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെയും ഈശോയും അമ്മയും ഈ മക്കളുടെ പ്രാർത്ഥന കേൾക്കുകയാണ്. പല പ്രാവശ്യവും പേര് കൊടുത്തിരുന്നു പഞ്ചായത്തിലും മറ്റ് പല സ്ഥലങ്ങളിലും, പക്ഷേ ഒന്നും ആയില്ല. ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലം കിട്ടുകയും പക്ഷേ പല തടസ്സങ്ങളുണ്ടായിരുന്നു. ആ തടസ്സം മാറ്റാനായിട്ട് വീണ്ടും ഈ അമ്മ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കാണുകയും അച്ഛൻ അനുഗ്രഹിച്ച് ഒരു കാശുരൂപം കൊടുക്കുകയും ചെയ്തു. ആ കാശുരൂപം ആ സ്ഥലത്ത് കൊണ്ടിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിപ്പോവുകയാണ്. പിന്നീട് ഈ മകൾ പറഞ്ഞത് 10 വർഷം മുൻപ് താൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട 25 ലക്ഷത്തിലേറെ ഒരു സാമ്പത്തിക കടബാധ്യതയാണ്. ആ സ്ഥലത്തിൻ്റെ ജപ്തി നോട്ടീസുമായിട്ടാണ് പിന്നീട് ഈ മകൾ വരുന്നത്. ജീവിതം മുന്നോട്ട് പോകാനായിട്ട് യാതൊരു മാർഗവുമില്ല, കയ്യിൽ കാശില്ല, കടബാധ്യത, ജപ്തി പേപ്പർ. ഇനി എന്ത് ജീവിതം എന്നുള്ള ഒരു സമയത്താണ് വീണ്ടും ഈ മകൾ പരിശുദ്ധമ്മയുടെ ഈ ആലയത്തിൽ വന്ന് അച്ഛനെ കാണുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു, പ്രാർത്ഥിച്ചു, ജപ്തി നോട്ടീസ് അച്ഛനെ കാണിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ മകളോട് പറഞ്ഞത് മോളെ പേടിക്കണ്ട എന്നാണ്. അങ്ങനെ അച്ഛൻ പറയണമെങ്കിൽ അത് അമ്മ മാതാവ് പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ്. അമ്മ മാതാവും അച്ഛനും തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ ഉറപ്പിൽ അമ്മ പറഞ്ഞു കൊടുക്കാതെ അച്ഛനത് പറയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മകള് മോളെ പേടിക്കേണ്ട എന്ന വചനം കേട്ട്, അച്ഛൻ്റെ ആ വാക്ക് കേട്ട് വിശ്വാസത്തോടെ തിരിച്ചു പോവുകയാണ്. പിറ്റേ ദിവസം കേസിൻ്റെ ഫൈനലാണ്. അന്ന് ചെന്നപ്പോൾ ഉദ്യോഗസ്ഥർ വരുന്നതിന് മുമ്പ് തന്നെ ആ ഓഫീസിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. അന്നത്തെ ആ കേസ്, ഫൈനൽ കേസിൽ, ആ കേസിൽ നിന്ന് ഈ സഹോദരി മേരി ഡെയ്സിയെ ഒഴിവാക്കുകയായിരുന്നു. ഈശോയുടെയും അമ്മയുടെയും കൃപയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ നിലവിളി കേൾക്കുന്ന ആ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തകർന്ന ആ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണേ എന്ന് മേരി ഡെയ്സിയും അതുപോലെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. ഹൃദയം തകർന്ന മനസ്സുമായി ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഈ 2 മക്കളുമായിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കൃപയാൽ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയ അനുഗ്രഹവുമായിട്ട് അപ്രാപ്യമായ പാറയിൽ കയറി നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയ്ക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ പാറമേൽ ഉറച്ചു നിൽക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ എന്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാലും ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഉടമ്പടി മക്കൾക്ക് അതാണ് ഉറപ്പ്. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്തൊക്കെ ഉണ്ടായാലും ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മ കൃപാസന അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. മേരി ഡെയ്സിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ഈ ആക്സിഡൻറ്റിൽ സംഭവിച്ചതും, ആക്സിഡൻറ്റ് സർജറി 2 സർജറിയാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു മെയിൻ സർജറിക്ക് പോയപ്പോൾ, ഓപ്പറേഷന് പോയപ്പോൾ കിടത്തിയപ്പോൾ തന്നെ അന്നേരമാണ് മനസ്സിലാകുന്നത് ഓപ്പറേഷൻ്റെ സമയത്ത് ഒരസ്ഥി കൂടിച്ചേർന്നതായിട്ട് കണ്ടത്. അവിടെയും ഈശോയുടെ മമ്മയുടെ ഒരു വലിയൊരു സാന്നിധ്യമാണ്, രോഗസൗഖ്യമാണ്. നമുക്ക് ഈശോയുടെ മമ്മയുടെ ചേർന്ന് നിന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. മേരി ഡെയ്സിയും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.